Good morning, students. നമ്മൾ കോളത്തിന്റെ സ്ട്രെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, കോളം ഫെയിൽ ചെയ്യുമ്പോൾ അതിന് എത്ര മാക്സിമം ലോഡ് എടുക്കാൻ പറ്റും എന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ ഫസ്റ്റ് പോർഷൻസ് ലോങ് കോളത്തിന്റെ ബക്ലിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ്, സ്ട്രെങ്ത്തും ലോഡും തമ്മിൽ വ്യത്യാസം എന്താ? സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ എടുക്കാൻ പറ്റാവുന്ന മാക്സിമം ലോഡിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് സ്ട്രെങ്ത് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, യൂളേഴ്സ് തിയറി. ഓക്കെ, അപ്പോൾ യൂളേഴ്സ് തിയറിക്ക് നോർമലി ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു തിയറി ആവശ്യമാണ്, അടുത്തൊരു ഇക്വേഷൻ നമുക്ക് ആവശ്യമാണ്. അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് റാങ്കൈൻസ് ആണ്. റാങ്കൈൻസ് തിയറിയാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് യൂളേഴ്സ് തിയറി, ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് റാങ്കൈൻസ് എന്തൊക്കെ കൊണ്ടുവന്നു പുതുതായിട്ട്, അതൊക്കെ തന്നെയാണ് റാങ്കൈൻസ് തിയറിയുടെ അഡ്വാൻറ്റേജസ് തന്നെയാണ് യൂളേഴ്സ് തിയറിയുടെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് റാങ്കൈൻസ് തിയറി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ചെറിയൊരു ഡെറിവേഷനും കൂടെ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂളിലെ ഒരു മേജർ പോർഷൻ കഴിയും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് തിയറി? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ഇതിലെ ലിമിറ്റേഷൻസും പിന്നെ ഡെറിവേഷനും കൂടെയാണ്. ആ ഡെറിവേഷൻ നിങ്ങൾക്ക് സിലബസിൽ ഉള്ളതാണ്, മേ ബി ക്വസ്റ്റനിൽ വരാം. ഓക്കെ, എന്താണ് യൂളേഴ്സ് തിയറിയുടെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻ? ഇറ്റ്സ് ഡസ് നോട്ട് വാലിഡ് ഫോർ ഷോർട്ട് കോളം. ഷോർട്ട് കോളത്തിന് യൂളേഴ്സ് തിയറി വാലിഡ് അല്ല. കാരണം നമ്മൾ ബക്ലിംഗ് ആയിട്ടുള്ള ബക്ലിംഗ് ഫെയിലിയർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എന്താണ് ബക്ലിംഗ് ഫെയിലിയർ? കോളം എങ്ങനെ ബെൻഡ് ചെയ്യല്ലേ. എന്നാൽ ഒരു ഷോർട്ട് കോളം, ചെറിയ ഒരു കോളം എന്തെങ്കിലും ബക്കിൾ ചെയ്യില്ല, അത് ക്രഷ് ചെയ്യാണ് ചെയ്യുക. അതിന്റെ ആക്സിയൽ സ്ട്രെസ്സസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ്സസ് ഡയറക്റ്റ് ആയിട്ട് അത് കൊളാപ്സ് ചെയ്യാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ യൂളേഴ്സ് തിയറി ബക്ലിംഗ് ഫെയിലിയർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് യൂളേഴ്സ് തിയറി ഷോർട്ട് കോളത്തിന് ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് ആക്സിയൽ സ്ട്രെസ്സസ്. അത് തന്നെയാണ്, ബക്ലിംഗ് സ്ട്രെസ്സസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്തില്ല, ആക്സിയൽ സ്ട്രെസ്സസിനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി പ്രാക്ടിക്കൽ കേസിൽ ബക്ലിംഗ് ലോഡ് ഒബ്റ്റൈൻഡ് ബൈ ഫോർമുല ഈസ് വെരി മച്ച് ലാർജർ ദാൻ ദ ആക്ച്വൽ ബക്ലിംഗ് ലോഡ്. അതായത് ലോഡ് നമ്മൾ ഇക്വേഷൻ വൈസ് കിട്ടുന്ന ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ കേസിൽ ആക്ച്വലി വരുന്നതിനേക്കാളും വെരി ഹയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് യൂളേഴ്സ് തിയറിക്ക് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു യൂളേഴ്സ് തിയറി എന്തുകൊണ്ട് ഷോർട്ട് കോളത്തിന് വാലിഡ് അല്ല എന്നുള്ളത് നമ്മളൊന്ന് ഡെപിക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അതാണ് അടുത്ത് ചെയ്യുന്നത്. നമുക്കറിയാം യൂളേഴ്സ് ഇക്വേഷൻ P ഈക്വൽ ടു പൈ സ്ക്വയർ EI ബൈ L എഫക്റ്റീവ് സ്ക്വയർ. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം AK സ്ക്വയർ അല്ലേ, ഏരിയ ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പൈ സ്ക്വയർ ഇ ഇൻറ്റു AK സ്ക്വയർ ബൈ L എഫക്റ്റീവ് സ്ക്വയർ. നമ്മൾ ഈ കെനെ താഴോട്ട് എടുക്കുന്നു, പൈ സ്ക്വയർ EA ഇൻറ്റു LE ബൈ K ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലെൻഡർനെസ് റേഷ്യോ അല്ലെ, സ്ലെൻഡർനെസ് റേഷ്യോ ലാംഡ. അപ്പൊ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ P വിൽ ബി ഈക്വൽ ടു പൈ സ്ക്വയർ EA ബൈ ലാംഡ സ്ക്വയർ. അതായത് യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോയുടെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആസ് സ്ലെൻഡർനെസ് റേഷ്യോ ഇൻക്രീസസ്, യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് ഡിക്രീസസ് അല്ലെ. അപ്പോ നമുക്കറിയാം, അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ കുറവാണെങ്കിലോ, സ്ലെൻഡർനെസ് റേഷ്യോ കുറവാകുമ്പോൾ ബക്ലിംഗ് ലോഡ് കൂടും അല്ലെ. നമുക്കറിയാം ഷോർട്ട് കോളം എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ കുറവുള്ളതല്ലേ, ലെങ്ത് കുറവ്. സ്ലെൻഡർനെസ് റേഷ്യോ കുറവുള്ള കോളംസ് ആണ് ഷോർട്ട് കോളം. അപ്പോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ സംഭവിക്കുക? ലാംഡ കുറയുന്നതിനനുസരിച്ച് യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഷോർട്ട് കോളത്തിന് ബക്ലിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഇക്വേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക. പക്ഷെ ആക്ച്വലി അങ്ങനെയാണോ? ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിംഗ്, നോട്ട് ബക്ലിംഗ്. ബക്ലിംഗ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഷോർട്ട് കോളത്തിന് ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വെരി ഹെവിയർ ആയിട്ടുള്ള ബക്ലിംഗ് ലോഡ് ആണ് കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് കോളത്തിന് ഈ കേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആസ് ദ ലെങ്ത് ഓഫ് ദ കോളം ഡിക്രീസസ്, ബക്ലിംഗ് ലോഡ് ഗോസ് ഓൺ ഇൻക്രീസിംഗ്, ബട്ട് വി നോ ദാറ്റ് ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിംഗ്. ദിസ് ഫോർമുല ഇസ് നോട്ട് വാലിഡ് ഫോർ ഷോർട്ട് കോളം. നമ്മൾ ഷോർട്ട് കോളത്തിന് വാലിഡ് അല്ല എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇത്. അപ്പൊ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ലാംഡ വരെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്മോളർ ആയിട്ടുള്ള ലാംഡ വാല്യൂസ്, അതായത് നമ്മൾ പറഞ്ഞു സ്ലെൻഡർനെസ് റേഷ്യോ കുറവുള്ള
വാല്യൂ കോളത്തിന് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അപ്പോൾ സ്ലണ്ടർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയൽ ഡിപ്പെൻഡിങ് ആണ്. സ്ലണ്ടർനെസ് റേഷ്യോ എന്ന് പറയുന്നത് മെറ്റീരിയലിനെയും ആ പെർട്ടിക്കുലർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ഒരു മൈൽഡ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ ഏത് സ്ലണ്ടർനെസ് റേഷ്യോ വരെ നമുക്ക് യൂലേഴ്സ് ബക്ലിംഗ് ലോഡ് ആപ്ലിക്കബിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് സ്ലണ്ടർനെസ് റേഷ്യോ ഓരോ മെറ്റീരിയലിന്റെയും പർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അത്രയും സ്ലണ്ടർനെസ് റേഷ്യോക്ക് മുകളിലുള്ളതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂളേഴ്സ് ലോഡ് അപ്ലിക്കബിൾ ആകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു മൈൽഡ് സ്റ്റീൽ കോളത്തിന് എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ എത്ര വരുന്നുണ്ട് നോക്കാം. ഓക്കെ, നമുക്കറിയാം എഫ് സി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോളം ആയിട്ട് എടുക്കുക. എഫ് സി അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദി കോളം, ഒരു കോളത്തിന് മാക്സിമം എടുക്കാൻ പറ്റാവുന്ന കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പൊ എന്താണ് അവിടെ വരുന്ന സ്ട്രെസ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഷുഡ് ബി ലെസ് ദാൻ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെ. ആ ഒരു കോളത്തിൽ വരുന്ന ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ, അതിൽ വരുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത്തിനേക്കാളും കുറവായിരിക്കണം. സോ പി ബൈ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് സി. നമുക്കറിയാം പിന്റെ ഇക്വേഷൻ എന്താണ്, പൈ സ്ക്വയർ ഇ എ ബൈ ലാംഡ സ്ക്വയർ അല്ലെ. പൈ സ്ക്വയർ ഇ എ ബൈ ലാംഡ സ്ക്വയർ, പൈ സ്ക്വയർ ഇ എ ബൈ എൽ എഫക്റ്റീവ് സ്ക്വയറിന് നമ്മൾ ഐക്ക് എ സ്ക്വയർ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയതാണ് പൈ സ്ക്വയർ ഇ എ ബൈ ലാംഡ സ്ക്വയർ. സോ പൈ സ്ക്വയർ ഇ ബൈ ലാംഡ സ്ക്വയർ നമ്മൾ പി ബൈ എ ഇതിന് വേറിട്ടെടുക്കുന്നു, പി ബൈ എ അല്ലെ. പി ബൈ എ ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ബൈ ലാംഡ സ്ക്വയർ. പി ബൈ എനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലെ. പി ബൈ എ ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ബൈ ലാംഡ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ എഫ് സി, should be less than fc. അപ്പോൾ lambda square should be greater than pi square e by fc. ഈ i ഇല്ല, pi square e by fc. lambda square should be greater than pi square e by fc. തിരിച്ചു കൊണ്ടുവന്നു അല്ലേ. so lambda should be greater than pi into root of e by fc. lambda should be greater than pi into root of e by fc. അതായത് യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ lambda should be greater than pi into root of e by fc. നമ്മളൊരു സ്റ്റീൽ കോളത്തിന്റെ ഇന്റെ വാല്യൂ എഫ് സിന്റെ വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ കോളത്തിന് ഇന്റെ വാല്യൂ നമുക്കറിയാം 2.1 × 10⁵ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതിന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 330 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണെങ്കിൽ ലാംഡ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുക 80 എന്ന്, 79 പോയിന്റ് സംതിങ്. ലാംഡ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ പൈ ഇൻറ്റു റൂട്ട് ഓഫ് ഇ ബൈ എഫ് സി, ദാറ്റ് ഈക്വൽ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് 2.1 × 10⁵ by 330, ദാറ്റ് ഈസ് ഈക്വൽ ടു 79.25. 79.25, അതായത് 8 എടുക്കുക അല്ലെ. അപ്പോ ഇതിനർത്ഥം എന്താണ്, ഒരു സ്റ്റീൽ കോളത്തിന്, ഒരു മൈൽഡ് സ്റ്റീലിന്റെ കോളത്തിന് ലാംഡയുടെ വാല്യൂ 80നേക്കാളും മുകളിലുള്ള കോളത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ യൂളേഴ്സ് തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അല്ലെ. ലാംഡയുടെ വാല്യൂ അല്ലെങ്കിൽ സ്ലണ്ടർനെസ് റേഷ്യോന്റെ വാല്യൂ ഫോർ എ മൈൽഡ് സ്റ്റീൽ കോളം, സ്ലണ്ടർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 80 ഉള്ള കോളത്തിന് മാത്രമേ യൂളേഴ്സ് തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അല്ലെ. അതാണ് നമ്മൾ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഒന്നുകൂടി നോക്കാം. ഇറ്റ് ഡസ് നോട്ട് വാലിഡ് ഫോർ ഷോർട്ട് കോളം, അത് തന്നെയാണ് അതിലെ മേജർ ലിമിറ്റേഷൻ. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് ആക്സിയൽ സ്ട്രെസ്സസ്, ആക്സിയൽ സ്ട്രെസ്സസിനെ അക്കൗണ്ട് ചെയ്യുന്നില്ല. ബക്ലിംഗ് ലോഡ് ഒബ്റ്റൈൻഡ് ബൈ ഫോർമുല ഈസ് വെരി മച്ച് ലാർജർ ദാൻ ആക്ച്വൽ ബക്ലിംഗ് ലോഡ്. ആക്ച്വൽ പ്രാക്ടിക്കൽ കേസിൽ വരുന്ന ബക്ലിംഗ് ലോഡിനേക്കാളും വെരി ഹയർ ആണ് ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന ബക്ലിംഗ് ലോഡ്. ഓക്കെ, മാത്രമല്ല ഷോർട്ട് കോളത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഷോർട്ട് കോളത്തിന് ഈ ഇക്വേഷൻ വെച്ച് കൊടുക്കുമ്പോൾ ഹയർ ബക്ലിംഗ് ലോഡ് ആണ് കിട്ടുന്നത്. അത് പ്രാക്ടിക്കലി അങ്ങനെയല്ല വരുന്നത് അല്ലെ, പ്രാക്ടിക്കലി ഫീസിബിൾ അല്ല. ഇനി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ ലോവർ ആയിട്ടുള്ള ലാംഡയ്ക്ക് നമുക്ക് യൂളേഴ്സ് തിയറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി മൈൽഡ് സ്റ്റീൽ കോളത്തിന്റെ കേസ് ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ 80നേക്കാളും കുറവുള്ള കോളത്തിന് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല യൂളേഴ്സ് തിയറി. ലാംഡയുടെ വാല്യൂ 80നേക്കാളും കൂടുതലുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂളേഴ്സ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ലിമിറ്റേഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത തിയറി റാങ്കൈൻസ് തിയറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ലിമിറ്റേഷൻസ് എല്ലാം മറികടന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കണം. റാങ്കൈൻസ് ഫോർമുല എന്താണെന്ന് നോക്കാം. റാങ്കൈൻ പ്രൊപ്പോസ്ഡ് എ ഫോർമുല വിച്ച് ഇസ് അപ്ലിക്കബിൾ ടു ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് കോളം. ലോങ്, ഷോർട്ട്, മീഡിയം കോളത്തിനെല്ലാം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് റാങ്കൈൻസ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ഉണ്ടാവും, ബക്ലിംഗ് സ്ട്രെസ്സിനെ മാത്രമല്ല ഡയറക്റ്റ് സ്ട്രെസ്സിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് കൺസിഡേഴ്സ് ബോത്ത് ഡയറക്റ്റ് സ്ട്രെസ്സസ് ആൻഡ് ബക്ലിംഗ് സ്ട്രെസ്സസ്. ഓക്കെ, കൺസിഡേഴ്സ് both the direct stresses and buckling stresses.
ഇറ്റ്സ് എൻ എംപിരിക്കൽ റിലേഷൻ. അത് അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു എംപിരിക്കൽ ആയിട്ടുള്ള റിലേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് റിലേഷൻ? 1/PR ഈക്വൽ ടു 1/PC പ്ലസ് 1/PE. 1/PR ഈക്വൽ ടു 1/PC പ്ലസ് 1/PE. PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിൻസ് ലോഡ് ആണ്. PC എന്ന് പറയുന്നത് ക്രഷിംഗ് ലോഡ്. നമ്മളെ ഡയറക്റ്റ് സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കാരണം ഫെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോഡ് അല്ലെ, അതാണ് ക്രഷിംഗ് ലോഡ്. PE എന്ന് പറയുന്നത് യൂളേഴ്സ് ലോഡ്. ഓക്കെ, അപ്പൊ 1/PR ഈക്വൽ ടു 1/PC പ്ലസ് 1/PE. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് യൂളേഴ്സ് ലോഡിന്റെ ഇക്വേഷൻ അറിയാം. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോമിലോട്ട് മാറ്റും PR-ന്റെ വാല്യൂ. ഓക്കെ, അതാണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ റാങ്കിൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ 1/PR ഈക്വൽ ടു 1/PC പ്ലസ് 1/PE. നമുക്കറിയാം ക്രഷിംഗ് ലോഡ് അല്ലെ. ക്രഷിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ അതിന് അൾട്ടിമേറ്റ് എത്ര സ്ട്രെസ് എടുക്കാൻ പറ്റും ഇൻറ്റു ഏരിയ അല്ലെ. അപ്പൊ അൾട്ടിമേറ്റ് സ്ട്രെസ് ഇൻറ്റു ഏരിയ, FC ഇൻറ്റു A, FC ഇൻറ്റു ഏരിയ. അൾട്ടിമേറ്റ് ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത് FC ഇൻറ്റു ഏരിയ. യൂളേഴ്സ് ബക്ക്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പൈ സ്ക്വയർ EI ബൈ L effective സ്ക്വയർ. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. PR ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ അല്ലെ, PE പ്ലസ് PC ബൈ PC ഇൻറ്റു PE ആണ് 1/PR. സോ PR വിൽ ബി ഈക്വൽ ടു PE ഇൻറ്റു PC ഡിവൈഡഡ് ബൈ PE പ്ലസ് PC വരും. നമ്മൾക്ക് ഈ ഒരു ഇക്വേഷനെ മൊത്തമായിട്ട് ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ മുകളിലും താഴെയും PE കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, യൂളേഴ്സ് ബക്ക്ലിംഗ് ലോഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. യു വിൽ ഗെറ്റ് PR ഈക്വൽ ടു PC ബൈ 1 plus PC by PE, PC divided by 1 plus PC by PE. That will be equal to PC ക്ക് നമ്മൾ എന്ത് ചെയ്യാം, FC into area എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FC into area സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, FC into A divided by 1 plus FC into A divided by pi square EI by L effective square ആണ്. അപ്പൊ LE സ്ക്വയർ മുകളിൽ വരും അല്ലെ. അപ്പൊ FC into A divided by 1 plus FC into A into L effective square divided by pi square EI. ഓക്കെ, ഇനി നമ്മൾ ഐക്ക് AK സ്ക്വയർ എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. I will be equal to AK സ്ക്വയർ. നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഏരിയ ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ അല്ലെ. I ഈക്വൽ ടു AK സ്ക്വയർ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ PR ഈക്വൽ ടു FC ഇൻറ്റു A ഡിവൈഡഡ് ബൈ 1 പ്ലസ് FC ഇൻറ്റു A ഇൻറ്റു L effective സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ EI ആണ്. ഐക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, AK സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എയും ക്യാൻസൽ ചെയ്ത് പോവും. LE ബൈ K അല്ലെ, LE ബൈ K നമുക്കറിയാം, അത് മൊത്തമായിട്ട് എടുത്ത് അതിന് കോമൺ ആയിട്ട് സ്ക്വയർ കൊടുത്താൽ മതി അല്ലെ. LE ബൈ K നമുക്കറിയാവുന്ന വാല്യൂ ആണ് എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, ദാറ്റ് ഈസ് സ്ലെൻഡർനെസ് റേഷ്യോ അല്ലെ. സോ FC ഇൻറ്റു A ഡിവൈഡഡ് ബൈ 1 പ്ലസ് FC ഇൻറ്റു പൈ സ്ക്വയർ E ഇൻറ്റു LE ബൈ K the whole square, that is lambda square. FC into A divided by 1 plus FC by pi square E into lambda square. ഇതാണ് റാങ്കിൻസ് ഫോർമുല ഫോർ അൾട്ടിമേറ്റ് ലോഡ് ഓഫ് എ കോളം. ഓക്കെ, ഇവിടെ ഈ ഒരു ടേം FC ബൈ പൈ സ്ക്വയർ E എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. കാരണം FC എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെസ് ആണ്. അത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ, കോൺക്രീറ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ, സ്റ്റീൽ ആണെങ്കിൽ അതിനൊരു വാല്യൂ ആയിരിക്കും. പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, E എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, യങ്സ് മോഡുലസ്. ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനും സ്റ്റീൽ ആണെങ്കിൽ അതിനൊരു വാല്യൂ, കോൺക്രീറ്റ് ആണെങ്കിൽ അതിലൊരു വാല്യൂ അല്ലെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയലിന് ഈ ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ A എന്ന് വിളിക്കും. ആ ഒരു A ആണ് റാങ്കൈൻസ് കോൺസ്റ്റന്റ് എന്ന് അറിയപ്പെടും, റാങ്കൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, FC ബൈ പൈ സ്ക്വയർ E ഈക്വൽ ടു A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റാങ്കിൻസ് ഫോർമുല എന്ന് പറയുന്നത് FC ഇൻറ്റു A divided by 1 plus A lambda square. FC into A divided by 1 plus small a into lambda square ആണ് നമ്മുടെ റാങ്കൈൻസ് ഫോർമുല. ഓക്കെ, ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ഉള്ളതാണ്, ഒന്നുകൂടെ നോക്കാം. We have 1/PR equal to 1/PC plus 1/PE. So PR equal to PE into PC divided by PE plus PC. നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ മുകളിലും താഴെയും PE കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
ഓക്കെ, സോ പി ഇവിടെ കട്ടായി പോവും, ഇവിടെ പി 1 ആവും, ഇവിടെ പി സി ബൈ പി വരും അല്ലെ. പി സി ഡിവൈഡഡ് ബൈ 1 പ്ലസ് പി സി ബൈ പി ഇ. പി സിക്കും പി ഇക്കും നമുക്ക് വാല്യൂസ് ഇക്വേഷൻസ് അറിയാം, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫ് സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഫ് സി ഇൻറ്റു എ ഇൻറ്റു എൽ എഫ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ ഐ. നമുക്ക് ഐക്ക് എ കെ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ഐക്ക് എ കെ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? എയും എയും കട്ട് ചെയ്ത് പോവും, എൽ ഇ ബൈ കെ എന്ത് ചെയ്യും? ലാംഡ ആവും അല്ലെ. സോ എഫ് സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഫ് സി ബൈ പൈ സ്ക്വയർ ഇ ഇൻറ്റു ലാംഡ സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ എഫ് സി ബൈ പൈ സ്ക്വയർ ഇക്ക് എ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റാങ്കൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ പി ആർ ഈക്വൽ ടു എഫ് സി ഇൻറ്റു ക്യാപിറ്റൽ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സ്മോൾ എ ഇൻറ്റു ലാംഡ സ്ക്വയർ. എഫ് സി ഈസ് അൾട്ടിമേറ്റ് compressive strength of the material, A area of cross section, small a Rankines constant, lambda slenderness ratio. ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ് നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ.